ഐഷു പറഞ്ഞ 5 അടി എന്നെ തിരിച്ചടിച്ചോട്ടാ. ഡോക്ടർ ഇതുവല്ല മാനസിക രോഗം എന്തെങ്കിലും? അതും അങ്ങോട്ട് സ്ഥിരീകരിക്കാൻ പറ്റില്ല. വേറെ ആരും പറഞ്ഞു കൊടുക്കരുത്. പറയൂ. ഒരു പയ്യൻ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി കടയിൽ പോയി. എന്തോ ചതിയുണ്ട് മുതലാളി. അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ. അപ്പൊ കടക്കാരൻ ചോദിച്ചു എന്ത് സാധനമാണ് വേണ്ടത്. അപ്പൊ പയ്യൻ പറഞ്ഞു, ചില സമയത്ത് സത്യേക്കാൾ ബലനാണ് ബുദ്ധി. ഞാൻ പറഞ്ഞിട്ടില്ലേ, കട്ട്കൊണ്ട ആട്ടാടോണ. ആ പയ്യന്റെ പേരും പറഞ്ഞു, അച്ഛന്റെ പേരും പറഞ്ഞു. എന്താണ് ഉത്തരം? ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ഇങ്ങനെ പതിങ്ങി നിന്നുള്ള ഒതുങ്ങിയ സംസാരം അത്ര ശരിയല്ലല്ലോ. ഞാൻ പറയട്ടെ, 5 അടി എനിക്ക് അടിക്കാലോ. അയ്യോ പറഞ്ഞു കൊടുത്തു, അവിടെ പറഞ്ഞു കൊടുത്തു. കുഴപ്പമില്ല. ഞാൻ ഒരു കാര്യം ഒന്ന് മുതലാളിയോട് പറഞ്ഞോട്ടെ. അതിന്റെ പേരിൽ ഇവിടെ ഒരു വിപ്ലവം നടക്കും. നിങ്ങൾ ആ ടീം ബിയുടെ ക്യാപ്റ്റൻ. അതെന്താണ് അങ്ങനെ? അതങ്ങനെ എനിക്ക് പറയട്ടെ ഉത്തരം. ഉത്തരം പറഞ്ഞ 5 അടി ടീമേ. എനിക്ക് നൻപക്ക ഗൊത്തില്ല നൻ ഹന്തി മകനെ. ഐഷു കുറെ നാളുകൾക്ക് ശേഷം വന്നതാണ്. ക്യാമറ തൊട്ട് സത്യം പറയൂ. നീ എന്റെ പണിയുടെ കളയോടാ ഗോപി. ഉത്തരം എവിടെയെങ്കിലും ലീക്ക് ആയോ ഇല്ലയോ? ഇല്ലെങ്കിൽ അറിയാലോ. അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി തിരിച്ചു വന്നാ. എന്നാ അടിക്ക്. ശരി, ഓക്കെ. ആൻസർ ടീം തന്നെ പറയൂ. കണ്ണൻ ദേവൻ. എന്നാ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വലുതാവും തോറും പേര് മാറുന്ന കാ. നീ പറഞ്ഞ വിദ്യ ഉള്ളതാണോടാ? സത്യം ഉള്ളത് തന്നെയാ. ഗിരീഷെ കൊന്നാലും പറയരുത്. ഇതിൽ ക്ലോസിംഗ് എന്ന് പറയും. നിന്റെ ചാപ്റ്റർ ക്ലോസ്. ഞാൻ ഉത്തരം പറയട്ടെ. തേങ്ങ. അച്ചിങ്ങ, കരിക്ക്, തേങ്ങ. സത്യാണോ ശനി?